കുറിച്ച് ഒറ്റ കാര്യം, ബാക്കി വിശദമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രം വരുന്ന ആളുകൾക്ക്, അത് മുസ്ലിം വിഭാഗങ്ങൾ ഒഴിച്ചുള്ളവർക്ക് പൗരത്വം നൽകുക എന്നുള്ളൊരു വിവേചനമില്ലേ? ഇപ്പൊ ചൈന, മ്യാൻമാർ പോലെയുള്ള അവിടെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ കോസ് പഠിക്കാത്തതുകൊണ്ടാണ് 3 രാജ്യങ്ങളിൽ വരുന്ന മുസ്ലിങ്ങളെ സമ്മതിക്കുന്നില്ല. ഇതെന്തിനാ ഈ CAA വന്നത് എവിടെയാണ്? പാർട്ടിഷൻ സമയത്ത് അന്നത്തെ ലീഡേഴ്സ് എടുത്തൊരു തീരുമാനമുണ്ട്. എന്താണ് തീരുമാനം? പാർട്ടിഷൻ, മതം അനുസരിച്ച് അങ്ങോട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹിന്ദു രാജ്യം, മുസ്ലിം രാജ്യം. അപ്പോൾ അവരെയൊക്കെ വറിയടിപ്പിച്ച ഒരു കാര്യമുണ്ട്. ചിലരുടെ ബന്ധക്കാർ അപ്പുറത്ത് കിടക്കുന്നു, ഹിന്ദുക്കളെ ബന്ധക്കാർ അപ്പുറത്ത് കിടക്കുന്നു, മുസ്ലിങ്ങളെ ബന്ധക്കാർ ഇപ്പുറത്ത് കിടക്കുന്നു. ഇതൊരു വലിയ ഒറിയായിരുന്നു. ഇതിന് ഡിസ്കസ് ചെയ്ത് അവസാനം എടുത്ത തീരുമാനം എന്നതാ, എപ്പോഴെങ്കിലും അവിടുത്തെ മൈനോറിറ്റിക്ക് ഇപ്പോഴത്തെ വരണമെങ്കിൽ നമ്മൾ അനുവദിക്കണം, ഇപ്പുറത്തെ മൈനോറിറ്റിക്ക് അപ്പുറത്ത് പോകണമെങ്കിൽ അപ്പുറത്തെ ഗവൺമെന്റ് അനുവദിക്കണം. അതൊരു വർഷങ്ങളായി നീണ്ടുകിടന്ന ബന്ധുക്കളുള്ളവർക്ക് മാത്രമാണ് പൗരത്വം കൊടുക്കുക. മൈനോറിറ്റീസ് എന്നാ പറഞ്ഞത്. ബന്ധുക്കൾ എന്ന് പറയാൻ ഒരു മൈനോറിറ്റി റിലേഷൻ. നിങ്ങളൊരു മുസ്ലിമാണ്, മുസ്ലിം മൈനോറിറ്റിയാണ് നിങ്ങൾ. അപ്പുറത്ത് നിങ്ങളെ ബന്ധുവുണ്ട്, നിങ്ങൾക്ക് അപ്പുറത്ത് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതുപോലെ തിരിച്ചിപ്പുറത്തും. അതിൻ്റെ സൊല്യൂഷനാണ് 75 കൊല്ലം കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിനൊന്നുമില്ല, 35,000 40,000 ഹിന്ദുക്കളും മറ്റേ പഞ്ചാബികളും ഒക്കെ കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് പൗരത്വം കിട്ടാതെ എന്താ പറയുക, റെഫ്യൂജികളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് കിടന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു തമാശ, ഈ CAA സലാമിലൂടെ നടപ്പാക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ നിങ്ങൾ തമാശ അടിക്കുന്നത്, നിങ്ങൾ ട്രോൾ ചെയ്യുന്നതിനൊന്നും എനിക്ക് മറുപടി ഒന്നും പറയാനില്ല. CAA സലാം, ഞാനാണ് ഇതിന്റെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഉണ്ടല്ലോ, ഇത് എന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പവറുള്ള ആളായിരുന്നെങ്കിൽ നാട്ടുകാരന് ഗുണമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിലേ വരാതെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ചെയ്യുന്നത്. അത് വെച്ച് ഡിസ്കസ് ചെയ്ത് നീണ്ട് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമാണ്, നാട്ടുകാരന് ഗുണമുള്ളതാണെങ്കിൽ അത് വെച്ച് പുഴുങ്ങി വെച്ചിരിക്കാൻ പാടില്ല. അത് ഉടനെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോൾ കണ്ട ചട്ടങ്ങൾ വന്നു, ആപ്പ് വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് പോകുന്നു, ടീം അസസ് ചെയ്യുന്നു, നേരെ ഡൽഹിക്ക് പോകുന്നു, ഹോം മിനിസ്റ്റർ തീരുമാനം എടുക്കുന്നു. ചട്ടം വന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെയും കൊടുത്തില്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അസർട്ടീവായിട്ട് പറയുന്നു, ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമിന് CAA നടപ്പാക്കുന്നത് മൂലം ഒരു പോറലെങ്കിലും ഏക്കുമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്ത് ഗുണം ഞാൻ ചെയ്യാം? NRC ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ എക്സാമ്പിൾ പറയണത് എന്താണെന്നറിയാം. ഒരു വീട്ടിൽ ഒരു അപ്പന് 10 മക്കളും 10 ഏക്കർ സ്ഥലം ഉള്ളിടത്ത് ചുറ്റും ബോർഡർ തുറന്നു കിടന്ന് അപ്പുറം ഇപ്പുറം ഉള്ളതെല്ലാം കൂടെ കയറി വന്ന് അതിനകത്ത് 10, 12, 15 ആയി എത്ര നാൾ നിങ്ങൾ സഹിക്കും? അവന്മാർ വന്നിട്ട് ഇവിടെ ടെററിസവും പിന്നെ വേണ്ടാത്ത കാര്യങ്ങളും ചെയ്താൽ എത്ര നാൾ നിങ്ങൾ സഹിക്കും? ഒരു രാജ്യം, സോവറിൻ രാജ്യം എന്ന് പറയാൻ എന്നതാ? അതിന് നല്ല ചിട്ടയുള്ള ഒരു ബൗണ്ടറി വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, എത്ര പേരുണ്ടെന്ന് അറിയണം, ഒരു നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് വേണം. ഇവിടെ മാത്രം അതില്ല. നിങ്ങളിപ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിസയുടെ ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ തട്ടി ജയിലിലിടത്തില്ലേ? നമ്മുടെ രാജ്യത്തിനെ രാജ്യമാക്കുന്ന ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്തിൻ്റെ ഒന്ന്, ഒരു ടൈറ്റ് ബൗണ്ടറി, നമ്പർ ഓഫ് പീപ്പിൾ ഇതിനകത്തുള്ളത്, വെളിയിൽ നിന്ന് വന്ന് കിടക്കുന്നതൊക്കെ ചിട്ടപ്പെടുത്തേണ്ട ആവശ്യമാണ്. അത് നേരത്തെ ആൾക്കാർ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. ഇപ്പോൾ ചെയ്യുന്നതിന് അദ്ദേഹത്തെ കൈയെടുത്ത് തൊഴുകണം. 143 കോടി കഴിഞ്ഞ് ഇന്ത്യ ഏറ്റവും വലിയ പോപ്പുലേഷൻ. നിങ്ങളെങ്ങനെ 150 ആക്കാനാണോ പറയണത്? 160 ആക്കാനാണോ പറയണത്? ഇവിടുത്തെ മക്കൾ ഇപ്പോഴും പാവങ്ങളല്ലേ? 2,600 3,000 താഴെയല്ലേ? $1,000 അല്ലേ അവരുടെ? 2,600, അറൗണ്ട് 2,600 എൻ്റെ ഓർമ്മ. അവരുടെ GDP ഇത്രയും ഡോളർ. ഇന്ത്യ നമ്മൾ ആളിനെ കയറ്റി കഴിഞ്ഞാൽ GDP താഴോട്ട് പോകത്തില്ലേ? നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് താഴെ പോകത്തില്ലേ? പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് താഴെ പോകത്തില്ലേ? അതാണ് വേണ്ടത്.